ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഫ്രൂട്ട്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലാത്തവർക്ക് ഒന്ന് പറഞ്ഞുതരാം. ഇത് നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന പാഷൻ ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ട് നമ്മുടെ പറമ്പിൽ ഉണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ പറിച്ചതാണ്. കുറച്ച് പറിച്ചിന്ന് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രൂട്ട്സാണ്. അത് നമുക്ക് കഴിക്കുവാണെങ്കിൽ അതിനകത്ത് വളരെയധികം വിറ്റാമിൻസ്, മിനറൽ, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം അടങ്ങിയ ഒരു ഫ്രൂട്ട്സാണ്. കുട്ടികൾക്ക് ഇത് ഏറ്റവും നല്ല ഒരു ഫ്രൂട്ടാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അവർക്ക് ഇഷ്ടം പോലെ നല്ല വിറ്റാമിൻ്റെ എല്ലാ ഒരു കലവറയാണ് പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത്. എന്നിരുന്നാലും നമ്മളിത് വെറും വയറ്റിൽ കഴിക്കുന്നത് ശരിയല്ല. വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ല. വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ അസിഡിറ്റി നമുക്ക് ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ദോഷം ചെയ്യും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ്. നമ്മളിത് കഴിക്കുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചസാരയിട്ട് പലരും കഴിക്കാറുണ്ട്. പക്ഷേ പഞ്ചസാരയിട്ട് കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ജ്യൂസ് അടിച്ച് കഴിക്കാനും പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ വെറുതെ അത് കട്ട് ചെയ്തിട്ട് ഒരു സ്പൂണിന് കോരി കുടിക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് നമ്മുടെ ശരീരത്തിന് കിട്ടും. വളരെയധികം ഞാൻ പറഞ്ഞല്ലോ, വളരെയധികം മിനറലുകളും വിറ്റാമിൻസിനും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട്സാണ് പാഷൻ ഫ്രൂട്ട്. അപ്പോൾ നമുക്കിന്ന് ഓസ്ട്രേലിയയിൽ ഇത് ഇവിടെ സുലഭമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് പറിച്ചതേ ഉള്ളൂ, പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഇത് പ്രമേഹ രോഗികൾക്കും കഴിക്കുന്നതിന് ഒരു കുഴപ്പമുള്ള ഫ്രൂട്ട്സ് അല്ല. ആർക്കും എന്ത് ചെറിയ രോഗങ്ങളുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പാഷൻ ഫ്രൂട്ട്സ്. അതുപോലെ തന്നെ നമുക്ക് ഇത് ഒരെണ്ണം കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ അകത്തെ സംഭവം. അത് റെഡി ആയിട്ടുണ്ട്. ഉണ്ട്, നീര് പോകുന്നുണ്ടോ? കണ്ടോ? ഇതാണ് കണ്ടോ പാഷൻ ഫ്രൂട്ട്. ഇത് ഇനി നമ്മൾ കണ്ട ഒരു സ്പൂണ് കൊണ്ടെടുത്ത് നമ്മൾ കോരി കഴിച്ചാൽ മതി. കണ്ടോ? അപ്പം ഞാനൊരെണ്ണം ഓപ്പൺ ചെയ്തു. നമുക്കിത് പാഷൻ ഫ്രൂട്ട് കണ്ടോ, അതിൻ്റെ നല്ല നീരുണ്ട്. കണ്ടോ? ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് വെറുതെ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ എടുക്കുക. പഞ്ചസാര ജ്യൂസായിട്ടോ ഒന്നും അടിച്ച് നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. വെറുതെ ഇങ്ങനെ കഴിച്ചാൽ മതി. അത് അതിൻ്റെ ടേസ്റ്റും ചെറിയൊരു പുളി ഉണ്ടാകും. പക്ഷെ അത് നമുക്ക് ശരീരത്തിന് വേണ്ട ഒരു പുളിയും കാര്യങ്ങളുമാണ്. അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇഷ്ടംപോലെ വിറ്റമിൻസും മിനറലും അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്ക് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. നമ്മുടെ ജോയിൻറ്റ് പെയിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇത് ഉത്തമമാണ്. ഒരെണ്ണം എല്ലാ ദിവസവും കഴിക്കുവാണെങ്കിൽ. ചെറിയ പുളി മധുരത്തോട് കൂടിയ ഒരു ടേസ്റ്റാണ് നമുക്ക് പാഷൻ ഫ്രൂട്ടിനുള്ളത്. അത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാവുന്നതായിരിക്കും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. കം ബാക്ക് അഗെയിൻ. ബൈ.